യുവപ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ടെക് ലോകത്തെ പുത്തൻ വാർത്തകളുമായി എത്തുന്ന ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പഠനത്തോടൊപ്പം തന്നെ പാഷനേറ്റ് ആയ കാര്യങ്ങൾ ചെയ്യാനും മിടുക്കനാണ് നമ്മുടെ പുതുതലമുറ. അത്തരത്തിലൊരാളെയാണ് ലോഗിൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. റിയാലിറ്റി ഷോസിലൂടെയും മ്യൂസിക്കൽ വീഡിയോകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായ രേഷ്മ രാഘവേന്ദ്രയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. പാട്ടിൻ്റെ ആദ്യത്തെ അടിസ്ഥാനം എനിക്ക് പകർന്നു നൽകുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ബാലശേഖർ എന്ന് പറഞ്ഞൊരു സാറാണ്. സാറ് AERൽ B ഗ്രേഡ് ആർട്ടിസ്റ്റാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. അപ്പോൾ സാറിൻ്റെ അടുക്കൽ 4 വർഷം പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി. അതല്ലാതെ ഞാൻ റീസെൻ്റായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതം ഞാനിപ്പോൾ അമൃത ബാനർജി മാമിൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ട്. 3.5 വർഷമായിട്ട് ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. നനയുമീ മഴ പോലെൻ്റെ മനസ്സേ അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മ്യൂസിക് ഫീൽഡിലേക്ക് വരാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. കാരണം എൻ്റെ അമ്മ വളരെ നന്നായി പാടും. അമ്മ മാത്രമല്ല, അച്ഛനും പാടും. അതല്ലാതെ എൻ്റെ അപ്പൂപ്പനായാലും അമ്മുമ്മയായാലും എല്ലാവരും പാട്ടുകാർ തന്നെയാണ്, കർണാടക സംഗീതം പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. റിയാലിറ്റി ഷോസ് വഴി കടന്നു വന്ന ഒരു സിംഗർ തന്നെയാണ് ഞാനും. ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം തന്നെ ഒരുപാട് പ്രോഗ്രാംസും നാട്ടിൽ തന്നെ, അതല്ലാതെ അബ്രോഡ് ലൈക്ക് സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പാടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. പിന്നെ അതല്ലാതെ തന്നെ മ്യൂസിക് മോജോ ചെയ്യാനായിട്ട് പറ്റി. സൗത്ത് എൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ കൂടെയാണ് ഞാൻ മ്യൂസിക് മോജോ ചെയ്തത്. നമ്മളെല്ലാവരെയും ഈയിടയ്ക്ക് വിട്ടുപിരിഞ്ഞ കണ്ണൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു ആ മ്യൂസിക് മോജോ. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ആ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്. ഇതിനോടകം തന്നെ ഒരുപാട് ആൽബംസിൽ എനിക്ക് പാടാനായിട്ട് സാധിച്ചു. ക്രിസ്ത്യൻ ഡിവോഷണലായാലും ഹിന്ദു ഡിവോഷണലായാലും കുറച്ച് ആൽബംസിൽ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഇഷാൻ ദേവ് സർ മ്യൂസിക് ചെയ്ത സാറൽ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു സോങ് പാടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മദേഴ്സ് ഡേ പ്രമാണിച്ച് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ കപിലൻ മ്യൂസിക് ചെയ്ത് ഒരു ഒറിജിനൽ സോങ് ഞങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇറ്റ്സ് ടൈറ്റിൽഡ് ആസ് പനിനീരഴകെ. അപ്പോൾ അത് ഒരുപാട് പേര് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കണ്ട് ഷെയർ ചെയ്തു, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ സിംഗറായ മിൻമിനി ചേച്ചിയുടെ മോനാണ് അതിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്.
2014 മുതൽ ഞാൻ ഈ ഫീൽഡിൽ ആക്റ്റീവാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സോങ്സ് പഠിക്കാനും ഒരുപാട് വേറെ വേറെ സ്റ്റൈൽസ് ട്രൈ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ റിയാലിറ്റി ഷോസിന് ആക്ച്വലി ഒരു പങ്കുണ്ട് ഇതിൽ. നമ്മുടെ വോയിസ് കൾച്ചർ മോൾഡ് ചെയ്തെടുക്കാനും നമ്മുടെ എല്ലാ ടൈപ്പ് സോങ്സും പാടാനുള്ളൊരു കഴിവ് റിയാലിറ്റി ഷോസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ 2014 തൊട്ട് ഇതുവരെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ സിംഗിങ്ങിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. फिर इस जन्म में मुलाकात हो न हो, लग जा गले कि फिर ये हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात ഏതൊരു ഇന്ത്യൻ മ്യൂസീഷ്യൻ്റെ അടുത്തും ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന ഒരു പേരുണ്ട്, ദാസ് സാർ. അപ്പോൾ ആദ്യമായിട്ട് ദാസ് സാറിനെ കാണുമ്പോഴും സാർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഒരുപാട് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട്, സാറിൻ്റെ ഡെഡിക്കേഷൻ ആയാലും ഹാർഡ് വർക്ക് ആയാലും. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ദാസ് സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഭാഗ്യ ടീച്ചറായാലും അമൃത ടീച്ചറായാലും ഒരുപാട് എൻകറേജിങ് ആണ്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് ഇൻസ്പിറേഷനുള്ള മ്യൂസീഷ്യൻസ് എന്ന് പറയുമ്പം ശ്രേയാ ഘോഷലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതുവരെ ഇതുപോലെ നാനും ഇല്ലയേ, கடலலை போலே வந்து கரைகளை அள்ளும் ஒன்று முழுகிட மனதும் பின்வாங்கவில்லையே, இருப்பது ஒரு மனது இதுவரை அது எனது, என்னை விட்டு மெதுவாய் அது போக கண்டேனே, இது ஒரு கனவு நிலை கருத்திட விரும்பவில்லை, கனவுக்குள் எனக்கென்ன வேண்டும் என்று ஒரு வார்த்தை கேளு நின்று, இனி நீயும் நானும் ஒன்று என சொல்லும் நாளும் இன்று, எனக்கென்ன வேண்டும் என்று ஒரு வார்த்தை கேளு நின்று, இனி நீயும் நானும் ஒன்று என சொல்லும் നാളും ഇன்று. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ട്വിൻ ബ്രദേഴ്സാണുള്ളത്. എൻ്റെ അച്ഛൻ SBI ശംഖുമുഖം ബ്രാഞ്ചിൽ ഡെപ്യൂട്ടി മാനേജറാണ്. പിന്നെ എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. അനിയന്മാരിപ്പോൾ +2 കഴിഞ്ഞ് എൻജിനീയറിംഗ് ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ മാർയോനിസ് കോളേജിലെ MCOM ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ മ്യൂസിക്കിൽ തന്നെ എനിക്കിനി ഒരുപാട് കോൺസേർട്ട്സ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഗസൽ കോൺസേർട്ട്സ് ഒരുപാട് ചെയ്യണം താല്പര്യമുണ്ട്. അതല്ലാതെ കവർ സോങ്സ് ആയാലും ഒറിജിനൽസ് ആയാലും ഒരുപാട് റിലീസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മ്യൂസിക് ലൈഫിൻ്റെ ഫ്യൂച്ചർ ഞാൻ കാണുന്നത്. അതല്ലാതെ MCOM കംപ്ലീറ്റ് ചെയ്തിട്ട് PhDക്ക് പോകണം എന്നും ആഗ്രഹമുണ്ട്. ஜென்மம் ஒன்றாக சேர்ந்து